ഫ്രണ്ട്സ്, ഗീതൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഡേ മേ ലൈഫ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം വയനാട്ടിൽ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികളും ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാകും, എത്രമാത്രം സക്സസ് ആകുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഉള്ളത് വെച്ചൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുക്കാം. ഇപ്പം എന്ന് പറയുമ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഇതൊക്കെ. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എന്താ പറയുക, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. എനിക്കും സാറമ്മോക്കും മോനും ഒക്കെ ജലദോഷമൊക്കെ പിടിച്ചു. എന്താ പറയുക, മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ മരുന്ന് വാങ്ങിയെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത്ര വലിയ കുറവൊന്നുമില്ല. കാരണം രാവിലെയൊക്കെ നല്ല തണുപ്പാണ് ഇവിടെ എല്ലാവർക്കും. രാവിലെ അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തുടങ്ങും തണുപ്പ്. അപ്പം പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഫാനൊന്നും എന്താ പറയുക, ഫാനൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫാന് ഇട്ടാലും അത്യാവശ്യം നല്ല തണുപ്പുണ്ടാകും. എന്നാലും നമ്മൾ ഫാൻ ഇട്ടില്ലെങ്കിലും എല്ലാവരും ഇവിടെയൊക്കെ രാത്രി കിടക്കാൻ നേരത്ത് മൂടിപ്പോച്ചൊക്കെയാണ് കിടക്കുന്നത്. കാരണം അത്യാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള തണുപ്പൊക്കെ ഉണ്ട്. വൈകുന്നേരം അതുപോലെ തന്നെയാണ്. അപ്പം ഇന്നത്തെ ബാക്കി വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ നാളെ നമ്മളെ കോഴിക്കോടേക്ക് തിരിച്ചു പോകും. സാറേൻ്റെ ലീവൊക്കെ കഴിയാനായി. നാളെ സാറയ്ക്ക് സ്കൂള് പതിവ് പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ അവിടുന്ന് പപ്പയും അമ്മയൊക്കെ വരുന്നുണ്ട്. ഇന്നിവിടെ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണണം എന്ന് പറഞ്ഞു. എന്താവുന്നതൊന്നും അറിയില്ല, എവിടേക്ക് കൊണ്ടാ കാണിക്കാമെന്നൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങൾ സ്ഥലം ഏതാ ഫിക്സ് ചെയ്തിട്ട് കാണാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെയും കാണിക്കാം. അവർ രാവിലെ തന്നെ അവരവിടുന്ന് 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് കുഴപ്പം, ഇവിടെ വെള്ളം ഉള്ളതാണ്. പക്ഷേ ഇങ്ങനെ തണുപ്പുള്ളപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ അവർ എങ്ങനെയാ, ഗീതു വന്നു കഴിയുമ്പോൾ തന്നെ പറയുന്നുണ്ട്, അയ്യോ ഗീതു ഇവിടുത്തെ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ്, വെള്ളം തൊടാൻ പറ്റൂല, പിന്നെ അയ്യോ മോളെ ഇച്ചിരി ചൂടുവെള്ളം തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ വന്നു കഴിയുമ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ അവർക്ക് വരുമ്പോഴത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പം നമുക്ക് ബാക്കി വീഡിയോസൊക്കെ കാണാം. അമ്മ ഇന്നലെ തന്നെ മാവൊക്കെ അരച്ച് വെച്ച്. പിന്നെ ഇതിപ്പം അമ്മ ഇഡ്ഡലിക്കോ ദോശയൊക്കെ ചൂടാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ മാവൊക്കെ എടുത്ത് വെച്ച് ഇഡ്ഡലി ചെമ്പൊക്കെ പിന്നെ ഗ്യാസിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ അതിൽ മാവൊക്കെ ഒഴിച്ച് ഇന്നിപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പിന്നെ ചമ്മന്തി അരയ്ക്കാൻ തേങ്ങയൊക്കെ അരയ്ക്കണം. അപ്പോൾ ബാക്കി കാണാം. You melt the ice behind my stone cold eyes. അപ്പോൾ അമ്മ പറഞ്ഞു ഒരു സൂത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ മയിൽ, ഇവിടെ ഇപ്പോൾ നമ്മളെ കാക്കയും അതുപോലെ തന്നെ എന്താ പറയുക പരുന്തും ഒക്കെ പോകുന്ന പോലെയാണ് ഇവിടെ ഇപ്പോൾ മയിലുകളുടെ ഒരു സംസ്ഥാന സമ്മേളനമാണ്. കാരണം അത്രയും മയിലുകളുണ്ട് ഇവിടെ. എന്താ പറയുക, ഒച്ചപ്പാടൊക്കെ കേട്ടിട്ടാണ് ഞാൻ പോയി നോക്കൽ. ഇതുങ്ങളുടെ ഒച്ച ഇങ്ങനെ വല്ലാതെ ഇതുങ്ങൾ ഒച്ച ഉണ്ടാക്കുക. രാവിലെ തുടങ്ങും, ഒരു 5-5:30 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും തുടങ്ങും ഇതുങ്ങളുടെ കരച്ചിൽ. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു മരത്തിൻ്റെ മുകളിൽ ഒച്ച കേട്ടിട്ട് പോയി നോക്കുമ്പോൾ മരത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇതുങ്ങൾ നിന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നത്, ചിറകിട്ടിട്ട് ഇങ്ങനെ അടിച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ഈ പറമ്പിൽ കൂടെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക ഒച്ചയും ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾ വേഗം കൂടി രക്ഷപ്പെടും. പക്ഷേ എന്താ പറയുക, മാക്സിമം നമുക്കിങ്ങനെ മിണ്ടാണ്ട് പോയിട്ട് അതുങ്ങളെ നോക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അവരെ കാണാൻ പറ്റും. അതിഷ്ടം പോലെ ഞങ്ങളുടെ ഈ മുറ്റത്ത് കൂടിയും ചെടിത്തോട്ടത്തിൻ്റെ അതിലൊക്കെ വരലുണ്ട്. പിന്നെ തെങ്ങിൻ്റെ അതിലെ വന്ന് ഓരോ വേസ്റ്റൊക്കെ കഴിക്കും. പിന്നെ എന്താ പറയുക, ഈ പുഴുക്കളെയാണ് കൂടുതലായിട്ട് അവർ കൊത്തി തിന്നൽ. അപ്പോൾ അതും വന്ന് ഇങ്ങനെ കൊത്തി തിന്നും. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഈ താഴത്തെ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ വന്ന് അതുങ്ങൾ വന്ന് ഓരോ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും. അതുങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഫുഡെല്ലാം കഴിച്ചിട്ട് അവർ പോവുകയും ചെയ്യും. പക്ഷേ നല്ല രസമാണ്, ആൺമയിലും ഉണ്ട് പെൺമയിലും ഉണ്ട്. അപ്പോൾ ഇതുങ്ങളെ ചിറകൊക്കെ വെച്ച് ഇങ്ങനെ വീശി വരുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അതൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വരുമ്പോഴത്തേക്കും അതുങ്ങളങ്ങ് പോകും. അപ്പോൾ എന്താ പറയുക, ഇനി ഞാനൊക്കെ വരുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് വീഡിയോസൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞു. നല്ല രസമല്ലേ നിങ്ങളെ കാണാൻ. അപ്പോൾ ഇത് സായും കുഞ്ഞുമോനെ എഴുന്നേറ്റിട്ടില്ല, അവർ നല്ല ഉറക്കാണ്. നല്ല തണുപ്പൊക്കെ അല്ലേ, നല്ല ചൂട് പറ്റി നല്ല
എന്താ പറയുക, പുതപ്പൊക്കെ വിരിച്ച് നല്ല സുഖമായിട്ട് കിടക്കുകയാണ്. പിന്നെ സ്റ്റാലിൻകുട്ടൻ എഴുന്നേറ്റിട്ട് പിന്നെയും ഞാൻ അവനെ ഉറക്കിയതാണ്. അപ്പോൾ എന്താ ഞങ്ങളുടെ മുൻവശത്ത് നിന്ന് കാണുന്ന വ്യൂ ആണിത്. ആ മുകളിൽ കാണുന്നതാണ് നമ്മുടെ കുറുമ്പാലക്കോട്ട മല. അവിടെ ഒരുപാട് ടൂറിസ്റ്റ് ഒക്കെ വരലുണ്ട്. അവിടെ നിന്നൊക്കെ നിങ്ങളൊക്കെ ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടു കാണുമല്ലോ. കുറുമ്പാലക്കോട്ട അവിടെ നിന്ന് നല്ല ഭംഗി, അതിൻ്റെ മുകളിൽ കയറി താഴേക്ക് നോക്കാൻ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇവിടെയൊക്കെ സ്ഥലം കാണാൻ വരുമ്പോൾ ഒക്കെ എല്ലാവരും പിന്നെ വന്ന് കാണണം. അത്യാവശ്യം നല്ല അടിപൊളി സ്ഥലമൊക്കെയാണ്. വന്ന് കാണും, അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ ഇതാണ് രാവിലത്തെ പ്രകൃതി രമണീയമായ എൻ്റെ വയനാടിൻ്റെ പകുതി ഒരു സ്ഥലമാണിത്. ഇത് കുറുമ്പാലക്കോട്ട എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാ പപ്പയും അമ്മയും അപ്പോഴത്തേക്കൊക്കെ എത്തി. അവരെത്തി കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ട് അമ്മ ഇങ്ങനെ ചെടിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി ചെടിയും കാര്യങ്ങളൊക്കെ നോക്കുക. വയനാട്ടുകാർ മാത്രമൊന്നുമല്ല, എല്ലാവരും ചെടിയൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അമ്മ കുറേ നേരം ചെടിയൊക്കെ നോക്കി. പിന്നെ വേഗം ഭക്ഷണമൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. വേഗം ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെ പപ്പയപ്പോഴത്തേക്കും കോഴിയും ബീഫും ഒക്കെ കൊണ്ടുവന്ന് വേഗം ഞാനതൊക്കെ കഴുകി വൃത്തിയാക്കി. പിന്നെ കരൾ കൊണ്ടുവന്നു, ലിവർ അത് കൊണ്ടുവന്ന് അതൊക്കെ വൃത്തിയാക്കി. പിന്നെ ഉപ്പേരിക്കുള്ളതൊക്കെ വേഗം അമ്മ ഓരോന്നൊക്കെ അരിഞ്ഞ് പെറുക്കിയൊക്കെ വെച്ച് പിന്നെ അമ്മ വേഗം പറഞ്ഞ് എന്നാൽ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ പരിപാടിയിലാണ്. അപ്പോഴത്തേക്ക് ചെറുതുങ്ങൾ രണ്ടുപേരും ഇരുന്ന് സിനിമയും ഒക്കെ കാണുന്നുണ്ട്. പപ്പ പത്രം വായിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ ഇരുന്ന് കഴിച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് മോന് അപ്പോഴത്തേക്കും കരച്ചിലും ബഹളമൊക്കെയാണ്, ഉറങ്ങാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇന്നത്തെ കറിയും കാര്യങ്ങളൊക്കെ ഇതാണ്. ചോറും എല്ലാവരും ഒക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ആണ് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഒരു പനത്തോട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പന മാത്രമായിട്ടുള്ളൊരു സ്ഥലമാണ്. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് ഞങ്ങളുടെ പള്ളിയാണ്, ഞങ്ങൾ പോകുന്ന പള്ളിയാണ്. അതിൻ്റെ മുമ്പിൽ കാണുന്ന മലയാണിത്. നല്ല ഭംഗിയും. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകാരൊക്കെ രാവിലെ വരും. 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരും ഈ മലേൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. പോകുന്ന ഇടവഴിയിലുള്ള കുറേ വീടുകളൊക്കെ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ മുമ്പിൽ കുറേ ചെടികളൊക്കെ ഇങ്ങനെ വളർത്തിയത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി അങ്ങനെയൊക്കെ നോക്കി ഇതിലേക്ക് വന്ന കുറേ കാലം ഇതിലേ വന്നിട്ട്. അപ്പോൾ നമുക്കന്ന് ഇതിലേ പോയാൽ എൻ്റെ പപ്പയുടെ വീടും എത്തും. അങ്ങനെ കുറേ വഴികളൊക്കെ ഇങ്ങനെ കണ്ടും ഒക്കെ പോവാണ്. അങ്ങനെ നമ്മളിതാ ഏകദേശം ആ പനത്തോട്ടത്തിലെത്തി. നല്ല ഒരു അടിപൊളി സ്ഥലമാണ്. എന്താ പറയുക, ബ്രൈറ്റ് ടു ബിയും പിന്നെ സേവ് ദ ഡേറ്റ്, പിന്നെ എന്താ പറയുക ഒരുപാട് ഫോട്ടോസ് ഇനി എടുക്കാനൊന്നുമില്ല. എല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോഷൂട്ടും
പിന്നെ വീഡിയോസും ഒക്കെ എടുക്കലുണ്ട്. ഒരു പ്രത്യേകതയുള്ള ഒരു അടിപൊളി സ്ഥലമാണിത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ചേരുംകുല്ലി അവിടുന്ന് ഷോർട്ട് ആണ് പോവുക. ചേരുംകുല്ലി മാനന്തവാടി എത്തണ്ട, ചേരുംകുല്ലി എന്ന് പറയുന്ന സ്ഥലത്താണിത്. അപ്പോൾ ഇത് പന മാത്രമുള്ള എണ്ണപ്പനയാണ്. ഇത് പന മാത്രമാണ് ഈ ഏരിയ മുഴുവനും പനയാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു പുഴയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ്, പുഴയും കാണാൻ ഒക്കെ നല്ല ഭംഗിയാണ്. വെള്ളമൊക്കെ പോകുന്നതാണ്, നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ഒരുപാട് എന്താ പറയുക, അതിൻ്റെ പനേൻ്റെ എന്താ പറയുക, ഇതൊക്കെ കുറേയൊക്കെ ഉണങ്ങി ഒക്കെ പോയി. പക്ഷേ കുറേ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയാണ്. ഫോട്ടോസ് എടുക്കാനൊക്കെ സൂപ്പർ സ്ഥലമാണ്. പിന്നെ ഇനി നിങ്ങൾക്കൊക്കെ കാണണമെങ്കിലോ വരണമെങ്കിലോ എനിക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ സ്ഥലവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ പുഴയാണിത്. മുഴുവൻ കലങ്ങി കിടക്കുകയാണ്, നല്ല വെള്ളമൊക്കെയാണ്. അപ്പോൾ ഏതൊക്കെയോ പുഴകൾ തമ്മിൽ ഒന്നിച്ച് വരുന്ന ഒരു സ്ഥലമാണിത്. അവിടെ ഫുള്ളിങ്ങനെ അതാന്ന് തോന്നി ഇങ്ങനെ വെള്ളം വല്ലാണ്ട് കലങ്ങി പോകുന്നു. പക്ഷെ നല്ല ഭംഗി, ഈ പുഴ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ട്. ആ പുഴേൻ്റെ നടുക്ക് കൂടെ വന്ന് ഒക്കെ ഉണ്ട്, നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു അടിപൊളി ഒരു വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. നിങ്ങൾക്കിനി ഇവിടെ വരണമെങ്കിൽ എൻ്റെ പിന്നെ യൂട്യൂബ് ചാനൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഇതിൽ തന്നെ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ വഴിയും കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് പോന്നു. പപ്പയുടെ ഒരു പെങ്ങളുടെ വീടുണ്ട്, ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അവർക്ക് പശുവിൻ്റെ ഫാമൊക്കെ ഉണ്ട്. അപ്പോൾ പശുക്കളാണ് ഇതൊക്കെ. അങ്കിള് മെഷീനുണ്ട്, പശുവിനെ കറക്കാനുള്ള മെഷീനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് അങ്കിള് പാല് കറക്കുകയാണ്. അതാണ് മെഷീന്, അതിൽ ഘടിപ്പിച്ച് വെച്ചിട്ട് പിന്നെ പാല് കറക്കുകയാണ്. ഇപ്പോൾ ഒരു 5-6 പശുക്കളൊക്കെ ഉണ്ട്. ഇതവരുടെ ഫാമാണ്, അവരുടെ ഫാമും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നു. അവരുടെ അടുത്തുള്ള വീട്ടിൽ തിരിച്ച് വന്നപ്പോഴത്തേക്കും ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുമാതിരി ഇങ്ങനെ മഞ്ഞ കളറും നീല കളറും കൂടെ മിക്സ് ആക്കിയിട്ട് നല്ലൊരു ഭംഗി തോന്നി. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ, ഫോട്ടോ എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും, നല്ല അടിപൊളി. ഏകദേശം 6 മണി 6:30 ആവാനായി. അപ്പോൾ ഞാൻ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ എടുത്തതാണ് ഈ വീഡിയോ. പിന്നെ ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് ചായ കൂടി എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതൊക്കെ കുളിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കണം. കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഒരു 6 മണി 6:30 ആകുമ്പം നല്ല ഭംഗിയാണ് കാണാൻ. ആകാശം ഇതുപോലെ മഞ്ഞ കളറിൽ ഇങ്ങനെ കിടക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ അറിയില്ല, സേമിയ പായസം കഴിക്കണം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. മറ്റേ തേങ്ങാപ്പാലിൽ എല്ലായിടത്തും എല്ലാവരും പിന്നെ പാലിലൊക്കെ ആയിരിക്കും സേമിയ പായസം ഉണ്ടാക്കുക. പക്ഷേ ഞാൻ നമ്മുടെ തേങ്ങ പാല് പിഴിഞ്ഞിട്ട് ഉണ്ടാക്കിയ പായസമാണ്. ഇതിൻ്റെ റെസിപ്പി അറിയണമെങ്കിൽ എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. ഞാൻ പപ്പേനെ കൊണ്ട് തന്നെ ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടിപ്പിച്ച് ഞാൻ തന്നെ പാലൊക്കെ പിഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിക്കോളാം, എന്നിട്ട് എല്ലാവർക്കും കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പായസം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഇരുടായപ്പോഴും ആകാശം കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ പപ്പയമ്മയൊക്കെ ഓരോ കുശലം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. മോളെ നാളെ നമുക്ക് പോകണ്ടേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ സിനിമയൊക്കെ ഇരുന്ന് കാണുകയാണ്. പപ്പയും അമ്മയും കൂടി ഇരുന്ന് സിനിമയൊക്കെ ഇരുന്ന് കാണുകയാണ്. രണ്ടുപേരും ഓരോരുത്തരുടെ മടിയിൽ കിടപ്പുണ്ട്. അങ്ങനെ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കാണണം, കണ്ട് അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ ഒന്ന് പറയണം. എൻ്റെ ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം.
എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും വീഡിയോസൊക്കെ കാണണം. അപ്പം ഗുഡ് നൈറ്റ്, ടാറ്റാ.